അപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ചത് വിദ്യാർത്ഥികളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പന്തല്ലൂർ മലയിലെ വ്യൂ പോയിന്റിൽ വെച്ചായിരുന്നു ദുരന്തം. ഫഹദ്, സിയാദ്, റഹീസ്, വഹാസ് എന്നിവരാണ് മരിച്ചത്. ഇനി 4 വിദ്യാർത്ഥികളാണ് മരിച്ചത്. 7 പേർക്കാണ് ഇടിമിന്നലേറ്റത്. ശാന്തകുമാർ വല്ലാലത്ത് ചേരുകയാണ് ആശുപത്രിയിൽ നിന്ന്. ശാന്തകുമാർ, എന്തായാലും ഈ ബന്ധുക്കളൊക്കെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? മറ്റ് ആളുകളുടെ ഈ 7 പേരിൽ മറ്റ് 3 പേരുടെ ആരോഗ്യനില എങ്ങനെയാണ്? രുചിഷെ 7 പേർക്കാണ് മിന്നലേറ്റത്. അതിൽ 3 പേരാണ് ഇപ്പോൾ 7 പേർക്കാണ് മിന്നലേറ്റത്. അതിൽ 3 പേരാണ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അവരുടെ ആരോഗ്യനില തൃപ്തികരം എന്ന് തന്നെ പറയാം. കാരണം അത് ഡോക്ടർമാർ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവരെ ആംബുലൻസിൽ ഇവിടെ നിന്നും ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോൾ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ ആശുപത്രി അധികൃതരും പറയുന്നത്. എന്തായാലും 4 പേരാണ് ഇതിനകത്ത് മരണം സംഭവിച്ചത്. അതിൽ ചിലരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ആശുപത്രിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അവർ വൈകുന്നേരത്തെ ഈ മങ്കട പന്തല്ലൂർ മലയിൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്, ആ ഭാഗത്തേക്ക് പോയതായിരുന്നു. ആ സമയത്താണ് ഒരു 5 മണിയോടുകൂടി ഈ ഇടിമിന്നൽ ഉണ്ടാവുന്നത്. ആ ഇടിമിന്നലിലാണ് ഇവർക്ക് പരിക്കേൽക്കുകയും തുടർന്ന് അതിൽ ഒരാൾ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു. ആ യുവാവിനെയാണ് ഏറ്റവും അവസാനം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും 4 പേരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഫഹദ്, ഒപ്പം തന്നെ സിയാദ്, റഹീസ്, വഹാസ് എല്ലാവരും 18ഉം 20ഉം 19ഉം വയസ്സ് മാത്രം പ്രായമുള്ളവരാണ്. ഈ അപകടം നടക്കുമ്പോൾ നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നോ? ഈ 7 പേരെ കൂടാതെ മറ്റാളുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവരെ രക്ഷിക്കാൻ, ഈ മറ്റുള്ള ആളുകളെ രക്ഷിക്കാൻ സാധിച്ചത്? ഈ മരിച്ചവരെ തിരിച്ചറിയാൻ സാധിച്ചതൊക്കെ എങ്ങനെയാണ്? ആളുകൾ അവിടേക്ക് ഓടി വരികയായിരുന്നോ? ഈ രക്ഷപ്പെട്ട ആളുകൾ തന്നെ ഇത് അറിയിച്ചതിന് തുടർന്നാണോ വന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? രുചിശേഖർ ഉയർന്ന പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ തൊട്ടിപ്പുറത്ത് റോഡുണ്ട്. ആ റോഡിൽ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ മാറിയാണ് ഈ ഭാഗം, ഈ വ്യൂ പോയിന്റ് ഉള്ളത്. അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഇടിമിന്നൽ ഏൽക്കുന്നത്. തുടർന്ന് അവിടെ നിന്നും റോഡിൽ നിന്നും ഇവ കണ്ട മറ്റ് നാട്ടുകാരാണ് ഇവരെ ഉടനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് തന്നെ 2 പേര് അബോധാവസ്ഥയിലായിരുന്നു. അവരുടെ മരണം പിന്നീട് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണവും സംഭവിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് 4 പേരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. തുടർന്നാണ് 6 പേരുടെ മാത്രമേ വിവരം ലഭിച്ചിരുന്നുള്ളൂ എന്നുള്ളത് നാട്ടുകാർക്കും അറിയുന്നത്. 7 പേരുണ്ടായിരുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത്. ഒരാളെ പിന്നീട് ആ മലയുടെ സമീപത്തു നിന്നും വീണ്ടും കണ്ടെടുക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ അല്പസമയം മുമ്പാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്തായാലും വലിയ ഒരു ദുരന്തം തന്നെയാണ് ഇന്ന് വൈകിട്ട് മങ്കടയിൽ ഉണ്ടായിരിക്കുന്നത്. 4 പേർ ഈ ഇടിമിന്നലിൽ അവരുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. അതൊരു ഗ്രാമീണ മേഖലയാണ്. മങ്കടയിലെ ആ ഭാഗത്താണ് ഈ പന്തല്ലൂർ മല. അവിടെയാണ് ഇപ്പോൾ ഈ ദുരന്തമുണ്ടായത്. ഇവർ പതിവായി ഈ ഭാഗത്ത് വന്ന് ഇരിക്കാറുള്ളതും ഒക്കെ ഉള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. അതിനിടയിലാണ് മറ്റു കൂട്ടുകാർക്കൊപ്പം ഇന്ന് വന്നതാണ്. അപ്പോഴാണ് ഈ അപകടവും സംഭവിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മലപ്പുറം ജില്ലയിൽ മഴ തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് ഈ മലയോര മേഖലയിലാണ് ശക്തമായ കാറ്റും ഇടിമിന്നലും എല്ലാം ഉണ്ടായത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മങ്കടയിൽ ഇത്തരത്തിലുള്ള വലിയ ഒരു ദുരന്തം തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു യുവാക്കൾ, ഏകദേശം 18ഉം 19ഉം 20 വയസ്സായ 4 പേരാണ് ഈ ദുരന്തത്തിന് ഇരയായത്. അവർ 4 പേരുടെയും ബന്ധുക്കൾ ഉൾപ്പെടെ അല്പം മുമ്പാണ് ഇവിടെ ആശുപത്രിയിലെത്തി ഈ മരണം സ്ഥിരീകരിക്കും. അവരുടെ ബന്ധുക്കൾ എന്തായാലും പ്രദേശവാസിയുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണം കൂടി കണ്ട ശേഷം തിരിച്ചത്. മൊത്തം 7 പേരാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. 6 ആളെ ചെരുപ്പേ കണ്ടിട്ടുണ്ടെന്നുള്ളൂ. അതിൽ ഒരാളെ ചെരുപ്പും കൂടി കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും തെരഞ്ഞതാ. അങ്ങനെ ഓനെന്താ ഈ തെരയുന്ന ആളെ കൂട്ടത്തിൽ ഒരു വടി കുത്തി പിടിച്ച് വരുന്ന മാതിരിയാണ് ഞങ്ങൾ കണ്ടത്. അപ്പൊ ഞങ്ങൾ അത്ര മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ കൂട്ടത്തിലുള്ള ആളാന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങളത് വിട്ടത്. അപ്പൊ എന്ത് ചെയ്തു, രണ്ടാമതും ഒരാൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നപ്പോൾ ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ചെയ്തപ്പോൾ ഇവനെ കണ്ടുമുട്ടി. ഉയരം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഉയരമുള്ള സ്ഥലമാണ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പാളിച്ച ഞങ്ങൾ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല.
ശാന്തകുമാർ തുടരുകയാണ്. ശാന്തകുമാർ, ഇവർ പറയുന്നത് പോലെ ഇവർ കണ്ടപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ ഈ ചെരുപ്പൊക്കെ കണ്ടാണ് ഈ നാട്ടുകാർ ഇത് തിരിച്ചറിയുക പോലും ചെയ്തത്. വലിയ തരത്തിൽ ഇത്രത്തോളം കുട്ടികളാണ് ഈ അപകടത്തിൽ പെട്ടതെന്ന് തിരിച്ചറിഞ്ഞത്. എന്തായാലും ഉടൻ തന്നെ ആളുകൾ എത്തിയതുകൊണ്ട് 3 പേരെ രക്ഷിക്കാനായി. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ മുന്നറിയിപ്പൊക്കെ നൽകുന്നതാണ് ഇത്തരത്തിൽ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിൽ പോകരുതെന്നൊക്കെയുള്ള അങ്ങനെ ശ്രദ്ധിച്ചാണ് ആളുകളെ. അപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു, വണ്ടി കൊണ്ടുവന്നു, ആംബുലൻസ് കൊണ്ടുവന്നു. ആംബുലൻസിൽ കൊള്ളാത്ത ആളുകളെ ജീപ്പിലൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ സ്ഥലത്ത് നിരവധി ആളുകൾ ഉണ്ടാവാറുണ്ട് എല്ലാ സമയത്തും. മങ്കട MLA മഞ്ഞളാംകുഴി അലി കൂടി ചേരുകയാണ്. ശ്രീ മങ്കടാംകുഴി അലി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് അത് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം മുന്നറിയിപ്പൊക്കെ നൽകും, പക്ഷെ ഒരു വലിയ ദുരന്തമാണ് നമുക്ക് മുന്നിൽ ഉണ്ടായത്. ഈ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? താങ്കൾ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 കുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. 3 കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ വളരെ മോശമായിരുന്നു. ഇപ്പോൾ അവർ കണ്ണു തുറക്കലും എഴുന്നേറ്റിരിക്കലൊക്കെ ചെയ്യുന്നുണ്ട്. കുറെ ബെറ്ററാണ്. പിന്നെ വളരെ ഈ 10-20 വയസ്സ്, അറൌണ്ട് 20 ഇയേഴ്സ് ആണ് ഇവരൊക്കെ പ്രായമുള്ളത്. അവർ സ്ഥിരമായിട്ട് പോകുന്നൊരു സ്ഥലമാണ്, അല്ലാതെ പിന്നെ ഇന്നൊരു പ്രത്യേക പിക്നിക്കൊന്നുമല്ല. സ്ഥിരമായിട്ട് അവർ പോകുന്ന കുട്ടികളാണ് അവിടെ. അവർക്ക് പിന്നെ ഈ പ്രിക്കോഷൻസിനെ പറ്റിയൊന്നും അറിയുന്നുണ്ടാവില്ല. അതായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവും. ഇന്ന് ഇടിമിന്നലുണ്ടാവും എന്നൊക്കെ ശരിക്കും പിന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ പെട്ടെന്ന് ആണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഇന്നൊരു മഴയുടെ ഒരു ലക്ഷണമൊന്നും രാവിലെ ഞങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സ്ഥിതിയാണ്, വളരെ സങ്കടകരമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. നമ്മൾ പൊതുവെ ഇത്തരം മുന്നറിയിപ്പൊക്കെ നൽകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി തന്നെ എല്ലാവരും അതൊരു മുന്നറിയിപ്പായി കാണേണ്ട ഒരു വലിയൊരു ദുരന്തമാണ് വരികയും ചെയ്തത്. ഇതേപോലുള്ള പിന്നെ പ്രിക്കോഷൻസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ശരി, മങ്കട MLA മഞ്ഞളാംകുഴി അലിയാണ് പ്രതികരിച്ചത്. എന്തായാലും ആ കുട്ടികൾ അത് സ്ഥിരമായി പോകുന്ന ഒരു സ്ഥലമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെയുള്ള പ്രതികരണങ്ങൾ കൂടി. അതിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അല്ല, അതിനുള്ള പ്രത്യേക സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരോട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പറഞ്ഞു. ശരി. രുചിഷ മഞ്ചേരി MLA നിയുക്ത MLA റഹ്മത്തുള്ളയാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഇവിടെ അതിന്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള വേണ്ടി ആശുപത്രി അധികൃതരുമായുള്ള സംസാരമുണ്ടായി. അത്തരം കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. എന്തായാലും ഒരു വലിയ ദുരന്തത്തിനാണ് മങ്കട ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പേർ ഇപ്പോൾ ചികിത്സയിലുമാണ് ആശുപത്രിയിലുള്ളത്. വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു നാട്ടിൽ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. എല്ലാവരും ആ പ്രദേശവാസികൾ തന്നെയാണ്, അതും യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. കോളേജ് വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അവരുടെ ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ് ഏറെ സങ്കടകരം. രുചിഷ, നമ്മൾ ഈ പരിക്കേറ്റവരുടെ കാര്യത്തിലാണ് കൂടുതൽ ഒരു ആശങ്ക. എന്തായാലും നേരത്തെ പറഞ്ഞു, ഒരു നിലവിൽ മറ്റുള്ളവരുടെ ഉള്ളതുപോലെ അത്രയും വലിയ ആശങ്കയിലല്ല എന്ന് പറയുന്നു പ്രാഥമികമായി. ഈ MLA വിളിച്ച് സംസാരിച്ചപ്പോഴും ആ തരത്തിലാണ് മനസ്സിലാകുന്നു. അവസാന ഘട്ടത്തിൽ ഈ ഡോക്ടർമാർ എന്തെങ്കിലും സൂചനകൾ നൽകുന്നു? അവരുടെ ആരോഗ്യനില, അപകട നില തരണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും അധികം വിശദമായ പരിശോധന ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു. അവരെ ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അവരുടെ ആരോഗ്യനിലയിൽ മറ്റ് എന്തെങ്കിലും ആന്തരികമായി മറ്റ് പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ ഗുരുതരമായ മറ്റു പരിക്കുകളോ ഉണ്ടോ എന്നുള്ളത് വ്യക്തമാകുള്ളൂ. അത് എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നിലവിൽ കൂടുതൽ ഗുരുതരമായ നിലയിലല്ല അവർ ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. ശാന്തകുമാർ, എന്തായാലും രക്ഷാപ്രവർത്തനം അത് തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് മനസ്സിലാവുന്നു. കാരണം ആ നാട്ടുകാരൊക്കെ ആ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാണ്. വളരെ വേഗത്തിൽ തന്നെ അവിടേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ് ഈ 3 പേരെങ്കിലും രക്ഷിക്കാനായത്. തീർച്ചയായും അത് തന്നെയാണ്. അതൊരു വ്യൂ പോയിന്റാണ്. ആ വ്യൂ പോയിന്റിന് ഏകദേശം 100 മീറ്റർ ഇപ്പുറത്ത് തന്നെയാണ് റോഡുള്ളത്. ആ റോഡിന് സമീപത്ത് ആളുകളുണ്ട്, അതിന് വാഹനങ്ങൾ പോകുന്ന ഇടമാണ്. അവിടെ നിന്നും മാറി ഈ 100 മീറ്റർ അപ്പുറത്തെ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്, ഇടിമിന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ ഇടിമിന്നലിലാണ് ഇവർ താഴെ വീഴുന്നത് നാട്ടുകാർ കാണുന്നത്. ഉടനെ തന്നെ ഇവരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു, ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതിനിടയിൽ ഒരാളെ പിന്നീട് മിസ്സാവുകയും ചെയ്തു. അത് വളരെ വൈകിയാണ് ഒരാളെ കണ്ടെത്തിയ
അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അദ്ദേഹം അല്പം മുമ്പ് ആശുപത്രിയിൽ എത്തിച്ചു. എന്തായാലും 3 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അവരുടെ സുഹൃത്തുക്കളായ 4 പേരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അവർ എല്ലാവരും ഒരുമിച്ച് ആ പ്രദേശത്തെ പതിവായി വരുന്നവരാണ്. ആ നാട്ടുകാർ തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ അത്തരം ഇടങ്ങൾ വന്നിരുന്ന് അവരുടെ സൗഹൃദം പങ്കിടാനും മറ്റും നിരവധി പേർ വരുന്നു. അതിനൊപ്പം തന്നെയാണ് ഇവർ പതിവായി വരുന്നവരിടത്ത് വെച്ച് ഇത്തരത്തിലുള്ള വലിയ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അതിൽ 4 പേരുടെയും മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രുചിഷ. ചന്തോമർ, ഇപ്പോൾ ഈ ബന്ധുക്കളൊക്കെ ആശുപത്രിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച വിശദാംശം? അവരുടെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുന്നതിനും അതിന്റെ ഇൻക്വസ്റ്റ് നടപടികളും പിന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കുന്നതിനുള്ള അതിനുവേണ്ടി പോലീസും അതുപോലെ തന്നെ ജനപ്രതിനിധികളും നേരത്തെ മഞ്ചേരി നിയുക്ത MLA റഹ്മത്തുള്ള ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവ വേഗത്തിൽ ആക്കുന്നതിനും മറ്റ് തടസ്സങ്ങളില്ലാതെ അവ വേഗത്തിലാക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ബന്ധുക്കളും നാട്ടുകാരും അവരുടെ സുഹൃത്തുക്കളും എല്ലാം വളരെ വിഷമത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അവരോട് സംസാരിക്കുമ്പോൾ പലർക്കും അവർക്ക് കൃത്യമായി ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെയായിരുന്നു അവരുടെ സുഹൃത്തുക്കളിൽ പലരും. എന്തായാലും അവരുടെ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയിൽ മറ്റ് കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ല, അല്ലെങ്കിൽ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല.